Hey guys, so JEE Mains Paper 2 Examination 2026 are officially over. So first session already ജാനുവരിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ JEE Paper 2-ൻ്റെ മെയിൻസിൻ്റെ സെക്കൻഡ് സെഷൻ ആയിരുന്നു ഇക്കഴിഞ്ഞ 7th കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിങ്കിൽ അത്രയും ഏറ്റവും മികച്ച റിസൾട്ട്സ് ആണ് ഈ വർഷം സെക്യൂർ ചെയ്തിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ 100% എന്ന് പറയുന്ന ആ ഒരു ഡ്രീം സ്കോർ നമ്മൾ അച്ചീവ് ചെയ്ത ഒരു ഇയറും കൂടിയായിരുന്നു ഈ വർഷം എന്ന് പറയുന്നത്. സോ അത്രയും മികച്ച രീതിയിലാണ് നിങ്ങൾക്ക് ഈ വർഷം JEE Paper 2 റിസൾട്ട്സ് കിക്ക് ഓഫ് ചെയ്തേക്കുന്നത്. സോ സെഷൻ 2 കഴിഞ്ഞു ആൻഡ് അതിൽ വളരെ നല്ല രീതിയിൽ തന്നെ സ്റ്റുഡൻസ് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ആൻഡ് എനിക്കൊന്നു ഭാഗ്യമുണ്ടെങ്കിൽ ഈ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്ക് 1 തിങ്കിലെ സ്റ്റുഡൻറ്റ് തന്നെയായിരിക്കും സെക്യൂർ ചെയ്യുന്നത്. ആൻഡ് നൗ വി ആർ വെയിറ്റിംഗ് ഫോർ ദി ഒഫീഷ്യൽ റിസൾട്ട് ഡിക്ലറേഷൻ ഓൾസോ. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ സെഷൻ 2-ൻ്റെ JEE Mains Paper 2 BARC സെഷൻ 2-ൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ സെഷൻ 1 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്കൊന്നു ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ആൻഡ് ടുഡേ വിൽ ബി ഡിസ്കസിങ് JEE Mains Paper 2 Session 2 question paper analysis. So myself Sachin and myself Shyam, and we are from Think Insurance. So JEE Mains Paper 2 BARC ഈ ഒരു സ്പെസിഫിക് പേപ്പർ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കഷന് വെക്കുന്നത്. സോ ഇൻ ജനറലി എനിക്കൊന്നു ഫസ്റ്റ് എക്സാമിനേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഈസിയർ ആയിരുന്നു എന്നാണ് പൊതുവെ ഉള്ളൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അതായത് മോഡറേറ്റ്, കൂടുതൽ സ്റ്റുഡൻസും നമ്മൾ പോൾ ഇട്ട സമയത്ത് ഒരു മോഡറേറ്റ് ഈസി, ഏറ്റവും കൂടുതൽ പേര് മോഡറേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈസിയാണ് സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അപ്പോൾ ഇൻ ജനറൽ ഒരു മോഡറേറ്റ് ഈസി എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊതുവേ സ്റ്റുഡൻസിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ, അതായത് സെഷൻ 2 എക്സാമിനേഷനെ പറ്റിയിട്ട്. എക്സാക്ട്ലി ടു ബി പറഞ്ഞു കഴിഞ്ഞാൽ BARC എക്സാമിനേഷൻ്റെത്. എനിക്ക് തോന്നുന്നു തിങ്കിലെ സ്റ്റുഡൻസിൻ്റെ നമ്മൾ റിവ്യൂസ് ചോദിക്കുമ്പോഴാണെങ്കിലും ഇൻ ജനറൽ അത്തരത്തിലുള്ള റിവ്യൂ തന്നെയാണ് നമുക്ക് വരുന്നത്. ഒരു മോഡറേറ്റ് ഈസി എന്നുള്ള രീതിയിലാണ്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സെഷനേക്കാളും കുറച്ചും കൂടെ ഈസിയർ ആയിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. പല സെക്ഷനിലാണെങ്കിൽ അവർ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നു. എനിക്കൊന്നും ചില അൺഎക്സ്പെക്റ്റഡ് ഉള്ള ചില ക്വസ്റ്റ്യൻസും ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നു. യൂഷ്വൽ പാറ്റേൺ ബ്രേക്ക് ചെയ്തല്ല, എനിക്കൊന്ന് കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള എല്ലാ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ, അത് മാത്തമാറ്റിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ്, ഡ്രോയിങ്, സോ ഇത്തരത്തിലുള്ള എല്ലാ സെക്ഷനെ പറ്റിയിട്ടും നമ്മൾ ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ആൻഡ് ഗൈസ്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ മെമ്മറി ബേസ് ചെയ്തിട്ട് നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചിലപ്പോൾ ഇതിൽ സ്ലൈറ്റ് വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടോ വരാൻ ചാൻസ് ഉണ്ട്. സോ അതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് JEE മാത്സ് സെക്ഷൻ ആണ്, പേപ്പർ 2 BARC-ൻ്റെ. സോ ഇൻ ജനറലി പൊതുവെ എല്ലാവരുടെയും പേടി സ്വപ്നമാണ് ഈ പറഞ്ഞ JEE മാത്സ് എന്ന് പറയുന്നത്. സോ കമ്പാരിറ്റീവ്ലി പക്ഷേ സെഷൻ 1 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഈസിയർ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് സ്റ്റുഡൻസ് പറഞ്ഞത്, ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ബട്ട് അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സംവാട്ട് സിമിലർ തന്നെയാണ്, അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസിയർ ആയിരുന്നു എന്നുള്ളൊരു ഓവർവ്യൂ ആണ് ഇൻ ജനറലി വരുന്നത്. ആൻഡ് എനിക്കൊന്ന് പൊതുവേ മാത്തമാറ്റിക്സ് ഏരിയ എന്ന് പറയുന്നത് എല്ലാവർക്കും ടഫായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. സോ അതിൽ സ്കോറിങ്ങും ആ രീതി, അല്ലെങ്കിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുറവ് നമ്പറാണ് യൂഷ്വലി വരാറ്. സോ ഇൻ ജനറൽ അപ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരുന്നു എന്നുള്ള രീതി തന്നെയാണ് ഇൻ ജനറൽ ഓവർവ്യൂ വരുന്നത്, കമ്പയറിന് ലാസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് ഡ്രോയിങ്ങിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ശ്യാം സർ. ഇപ്പോൾ ഡ്രോയിങ്ങിൽ ഇത്തവണ വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, സാധാരണ നമുക്കൊരു റെൻഡറിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ ഒരു 3D കോമ്പോസിഷൻ ഉണ്ടാവും, ഒരു സീൻ ഡ്രോയിങ് ഉണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഈ തവണ ചെറുതായിട്ടൊന്ന് പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് അവർ മുന്നേ ഉണ്ടായിരുന്ന ഒരു പരിപാടി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ലോഗോ. ഓക്കെ. പക്ഷെ അതിനകത്തും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഏകദേശം ആ രണ്ടും വരുന്നത്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ജോമെട്രി ബോക്സിലുള്ള ഷേപ്സ് തന്നെ വെച്ചിട്ട് ലോഗോ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ഇവൻച്വലി നോക്കുകയാണെങ്കിൽ ജോമെട്രിക് ബോക്സിലുള്ള ഷേപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് 2D ഷേപ്സ് തന്നെയാണ്. അപ്പം ആ ഒരു രീതിക്ക് തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻ തന്നെയുള്ളൂ. പിന്നെ ഒരു ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞു കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെൻഡറിങ് ക്വസ്റ്റ്യനിൽ
ആ ഒരു ഇമേജ് ഇച്ചിരി ക്ലാരിറ്റി കുറവായിരുന്നു, ബട്ട് ഡീറ്റെയിൽസ് കൂടുതലായിരുന്നു. റെൻഡറിംഗ് ക്വസ്റ്റൻ ഏതായിരുന്നു സർ ചോദിച്ചിരുന്നത്? നമ്മൾ ഫോളിംഗ് വാട്ടർ അല്ലായിരുന്നു, എഫൽ റൈറ്റിന്റെ ആ ഒരു ബിൽഡിംഗ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ അത്യാവശ്യം ഡീറ്റെയിൽ ഉണ്ടായിരുന്നു ഇമേജിൽ, പക്ഷേ ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് കുട്ടികൾക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഡീറ്റെയിലിംഗ് ഒക്കെ കുറച്ച് പാടായിരിക്കും രീതിയിൽ വെച്ചിട്ട്. ഓക്കെ ഓക്കെ. ആൻഡ് ബാക്കി 2 ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ? സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് പറയുന്നത് എന്തോ വേൾഡ് പീസിനെ കുറിച്ചൊരു ലോഗോ ഉണ്ടാക്കാൻ, അതും എന്താ ഈ ജോമെട്രി ബോക്സിലുള്ള ഷേപ്സ് എന്തൊക്കെയാണോ അത് വെച്ചിട്ട് വേൾഡ് പീസിന്റെ ലോഗോ ഉണ്ടാക്കാൻ. പിന്നെ അതല്ലെങ്കിൽ സെയിം വേൾഡ് പീസിന്റെ തന്നെ ലോഗോ ഉണ്ടാക്കണം, ബട്ട് യൂസിങ് അബ്സ്ട്രാക്ട് ഫോംസ്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സെയിം തന്നെയാണ്, ചെറിയൊരു വേരിയേഷൻ എന്നുള്ള രീതിക്ക് മാത്രമേ പോകുന്നുള്ളൂ. കുട്ടികൾക്ക് അത്യാവശ്യം ക്രാക്ക് ചെയ്യാൻ എളുപ്പമുള്ള രീതിക്ക് തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. എനിക്കൊന്നു ഈ പറഞ്ഞ ലോഗോ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചത് കുറച്ച് കാലമായി തോന്നുന്നു. അതായത് ഞാൻ എഴുതുന്ന സമയത്തായിരുന്നു ശരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നോണ്ടിരുന്നത്, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ കുറെ കാര്യം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. റെൻഡറിങ്ങും പിന്നെ അല്ലാതെയുള്ള 3D കോമ്പോസ്. ലാസ്റ്റ് സെഷൻ 1 പോലും എനിക്കൊന്നും റെൻഡറിങ്ങും 3D കോമ്പോസിനും സീൻ ഡ്രോയിങ്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ കൂടുതൽ പേരും സീൻ ഡ്രോയിങ് ഒക്കെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു തകർക്കാനായിട്ട്. പക്ഷേ ചെറുതായിട്ട് അവർ ക്വസ്റ്റൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിലും കമ്പാരിറ്റീവ് വളരെ ഈസി ആയിട്ടുള്ള നോക്കുവാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. കാര്യം നാറ്റൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഈ പറഞ്ഞ ഗ്രാഫിക് സൈനേജ് അല്ലെങ്കിൽ ലോഗോ പോലെ. ഓൾറെഡി അവർ നാറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഓഫ് കോഴ്സ് ക്രാക്ക് ചെയ്ത് പോകുന്നത്. ഇൻ ജനറൽ സ്റ്റുഡൻസ് എങ്ങനെയായിരുന്നു ടൈം? സ്റ്റുഡൻസ് പറഞ്ഞത് അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന, എളുപ്പത്തിൽ തന്നെ പോകുന്ന രീതിക്കായിരുന്നു ക്വസ്റ്റ്യൻസ് എന്നാണ് അവർ പറഞ്ഞത്. കുഴപ്പമില്ലാതെ തന്നെ പോയിട്ടുണ്ടെന്ന് കേട്ടത്. എനിക്കൊന്ന് നിങ്ങളും ഡ്രോയിങ് ടൈമൊക്കെ മാനേജ് ചെയ്ത് നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ അടുത്ത് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ആണ്. അതായത് എനിക്കൊന്നു ജെയുടെ ആ ഒരു ടോട്ടൽ പെർസെൻറ്റേജിനെ ഏറ്റവും കൂടുതൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പെർസെൻറ്റേജിൽ ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും മേജർ ഫാക്ടർ തന്നെയായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്തവണ ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ ജനറൽ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടൊരു സെക്ഷൻ ആയിരുന്നു ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ളൊരു ഓവർവ്യൂ. മീൻസ് യൂഷ്വലി തിങ്കിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അവർ യൂസ്ഡ് ആയിട്ടിരുന്ന അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത്തവണത്തെ ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ. അതായത് സർപ്രൈസിങ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ടോ ആ ലെവലിലല്ലായിരുന്നു. അത്യാവശ്യം ഹൈ സ്കോറിങ് തന്നെയായിരിക്കും ഇത്തവണത്തെ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ. അതാണ് ഇൻ ജനറൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ ഡിഫറെൻറ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കിടെക്ചർ അവയർനെസ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ ജനറൽ ഇപ്പോൾ ആർക്കിടെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ മോണമെന്റ്സ് ഇമേജസ് തന്നിട്ട് മോണമെന്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇത്തവണ ഉണ്ടായിരുന്നു. ആൻഡ് ഐഡൻറ്റിഫൈ ദി ആർക്കിടെക്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സാഹ ഹദീദ് ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കിടെക്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഈയിടെ ആയിട്ട് തന്നെ സാഹ ഹദീദിന്റെ ഒരു ക്രിയേറ്റീവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം തിങ്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ക്രിയേറ്റീവ്സ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഓഫ് കോഴ്സ് നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ, സോ ഐഡന്റിഫൈ ദ ആർക്കിടെക്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ബിൽഡിങ്സ് അല്ലെങ്കിൽ മോണമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അതിലൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ ഗുംബസ് ആയിരുന്നു. ദെൻ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി, ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഗോൾഡൻ ടെമ്പിൾ. ഇതൊക്കെയായിരുന്നു യൂഷ്വലി. ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാണ്, ഇത് സ്റ്റുഡൻസിന്റെ മെമ്മറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഇതിൽ ചെറിയ വേരിയേഷൻസ് ചിലപ്പം ഉണ്ടാവാം. സോ ബേസിക്കലി മോണമെന്റ്സ്, ബിൽഡിങ്സ്, ആർക്കിടെക്ട്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ജനറൽ അത് സാധാരണ ചോദിക്കാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ യൂഷ്വലി എനിക്കൊന്നും 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. ഇത്തവണയും അതിനൊരു കുറവുമില്ലായിരുന്നു. എനിക്കൊന്നും 4-5 ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് മാത്രം ഉണ്ടായിരുന്നു തന്നെയാണ് കേട്ടിട്ടുള്ളത്. ചിലത് ആർക്കിടെക്ചറിനെയും അവരുടെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ മാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ടെമ്പിൾ ആർക്കിടെക്ചർ സ്റ്റൈൽസും അതിൻ്റെ ഫീച്ചേഴ്സും എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ ആർക്കിടെക്ചറും അവരുടെ വർക്ക്സും അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ വേറെയും 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മാച്ച് ദ ഫോളോയിങ് തന്നെ, ടു ബി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ. ദെൻ പിന്നെ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ട് ആരാണെന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ചിട്ടുള്ളത് ജവഹർ കലാകേന്ദ്ര ആരായിരുന്നു ആർക്കിടെക്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗഗൻഹാം മ്യൂസിയത്തിന്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പെട്രോണസ് ട്വിൻ ടവർ, അതിന്റെ ആർക്കിടെക്ട് ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഒരു പെർട്ടിക്കുലർ മോണമെന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ. സോ അതിൽ മെയിൻലി ചോദിച്ചുള്ളത് ചെന്നകേശവ ടെമ്പിൾ ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ദെൻ ഹൊയ്സാല ടെമ്പിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. പിന്നെ
യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് തന്നിട്ട് അതിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ലാത്ത മോണമെന്റ് അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആൻഷ്യൻ വേൾഡ് വണ്ടറിൽ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതാണ് ജനറലി മോണമെന്റ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്നുള്ള ഏരിയയിൽ പൊതുവെ ചോദിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നത്. ദെൻ ഇപ്പം മെറ്റീരിയൽ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ പർപ്പസ് ഓഫ് ക്ലേ പോട്ട്സ് ഫോം ആൻഡ് ഷേപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ബ്രോൺസിന്റെ മീൻസ് മേഡ് ഓഫ് വിച്ച് അലോയ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആൻഡ് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് പൊതുവെ മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പാർട്സ് ഓഫ് ബിൽഡിംഗ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫ്ലോർ ബിറ്റ്വീൻ ഫ്ലോർ ആൻഡ് സീലിംഗ് ഓഫ് എ സ്റ്റോറി എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതാണ് പാർട്സ് ഓഫ് ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ കളർ വീൽ ആരാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ പിന്നെ വരുന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതും ഈയിടെയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. അതും ഇത്തവണ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഗോത്തിക് ആർക്കിടെക്ചറിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ദെൻ വാനിഷിംഗ് പോയിന്റ്, അത് 1 പോയിന്റ് പെർസ്പെക്റ്റീവ് ആണെന്ന് തോന്നുന്നു. അതിൽ എത്ര വാനിഷിംഗ് പോയിന്റ് ഉണ്ട് എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ ജനറൽ ഇതൊക്കെയായിരുന്നു കോമൺ ആയിട്ട് ചോദിച്ചിട്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഏരിയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതാണ് ആർക്കിടെക്ചറൽ അവയർനെസ് യൂഷ്വലി ചോദിച്ചത്. നോൺ വെർബലിലേക്ക് പോയി കഴിഞ്ഞാൽ സർഫസ് കൗണ്ടിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഐഡന്റിഫൈയിങ് ദ വ്യൂ, മീൻസ് ഒരു 3D തന്നിട്ട് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ റിയർ വ്യൂ അങ്ങനെയുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള അതെ അത് ഓഫ് കോഴ്സ് എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ തവണയും ചോദിക്കുന്ന കമ്പൽസറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈസി ക്വസ്റ്റ്യനുമാണ് അത്. അപ്പം അത് ഇത്തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഓഡ് വൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻ ജനറലി ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് തന്നെയാണ് പൊതുവെയുള്ള റിവ്യൂ. അതുകൊണ്ട് തന്നെ ഹൈ സ്കോറിംഗ് ഏരിയ തന്നെ ആയിരിക്കും ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ ജെഇയുടെ സെഷൻ 2 ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയയും ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളും നന്നായിട്ട് തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഏരിയ അറ്റംപ്റ്റ് ചെയ്തു തന്നെയാണ് നിങ്ങൾ കരുതുന്നത്. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആ ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിരുന്നെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും ജെഇ കഴിഞ്ഞു, ഇനി നാറ്റ എക്സാംസ് വരികയാണ്. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. സോ ശ്യാം സാർ പറഞ്ഞ പോലെ തന്നെ ജെ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നാറ്റ എക്സാമിനേഷൻസ് ആണ് വരുന്നത്. ഇനി ജൂൺ വരെ എനിക്കൊന്നു എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ശനിയാഴ്ചകളിലും എനിക്കൊന്നു മറ്റേ വീക്ക്ലി ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിനേഷൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആണെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് ക്രാഷ് പ്രോഗ്രാംസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി അഡ്മിഷൻസ് ഓപ്പൺ ആണ്. സോ നാറ്റയൊക്കെ ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ ക്രാഷ് പ്രോഗ്രാംസിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ തിങ്കിൻ്റെ യൂട്യൂബ് ചാനൽ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് ക്വസ് നടക്കുന്നുണ്ട്, ക്യൂരിയോസിറ്റി ക്വസസ്. സോ നാറ്റ എക്സാമിനേഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ക്വസ് സീരീസ് ആണ്. എല്ലാ സാറ്റർഡേയ്സും 5 o'clock തിങ്കിൻ്റെ യൂട്യൂബ് ചാനൽ ലൈവായിട്ടാണ് ക്വിസ് നടക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അതിൽ വിന്നേഴ്സിന് ക്യാഷ് അവാർഡ്സ് ഉണ്ട്. സോ മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇൻട്രാക്റ്റീവ് ഉള്ള ഒരു എക്സസൈസും കൂടിയായിരിക്കും. കാര്യം ഓഫ് കോഴ്സ് നമ്മൾ ഓരോ വീക്കിൽ നടക്കുന്ന നാറ്റ എക്സാമിനേഷനും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് അതിലെ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ ലാസ്റ്റ് ഇയർ ആണെങ്കിലും അതിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ആ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ആ ഒരു ക്യൂരിയോസിറ്റി ക്വസ്റ്റൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. റിമെമ്പർ എല്ലാ സാറ്റർഡേയ്സിലും 5 o'clock ആ ക്വസ്റ്റൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓൾസോ പ്രൈസ് മണി ഉണ്ടായിരിക്കും. ദെൻ ഫൈനലി ഈ വർഷം എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അതിൽ ഏതെങ്കിലും ഒരു റാങ്ക് സെക്യൂർ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാര്യം ഫസ്റ്റ് സെഷൻ 100%, അതായത് സൂര്യ തേജസ് ആയിരുന്നു സ്റ്റുഡൻറ്റ് 100% സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓൾ ഇന്ത്യ റാങ്ക് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എക്സ്പെക്ട് ചെയ്യുന്നത്. ഉറപ്പിച്ച് പറയാത്തത് ഇപ്പോൾ സെഷൻ 2 കൂടി വരുന്നുണ്ട്. സോ അതിൻ്റെ റിസൾട്ട്സും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. ബട്ട് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് ടോപ്പ് 3 ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഞങ്ങളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ചരിത്രമായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ ഓൾ ഇന്ത്യ റാങ്ക് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വരിക എന്ന് പറയുന്നത്. സോ ആൻഡ് ഓൾസോ വൺ മോർ, നമ്മുടെ സെഷൻ 1 കർണാടക ടോപ്പർ തിങ്കിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു അൻഷിത. ആൻഡ് ഓഫ് കോഴ്സ് സെയിം പ്ലേസ് തന്നെ സെഷൻ 2 ആള് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഓഫ് കോഴ്സ് ഓൾ അതർ സ്റ്റുഡൻസ് നിങ്ങളും സെഷൻ 2 നന്നായിട്ട് തന്നെ അപ്പിയർ ചെയ്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ആൻഡ് വൺസ് അഗെയിൻ തിങ്ക് നാറ്റ ക്രാഷ് ഒക്കെ ഓപ്പൺ ആണ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ് കോളേജസ്, ഇന്ത്യയിലെ ടോപ്പ് നാറ്റ ഓറിയൻറ്റഡ് ആയിട്ട് അഡ്മിഷൻ നടത്തുന്ന കോളേജസ്, ഫോർ എക്സാമ്പിൾ സെപ്റ്റ് യൂണിവേഴ്സിറ്റി. സോ മികച്ച ഒരു നാറ്റ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം കോളേജുകളിലേക്ക് തന്നെ അഡ്മിഷൻ ഉറപ്പിക്കാം.
സോ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തിങ്കിൻ്റെ ക്രാഷ് പ്രോഗ്രാമിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എനിക്കൊന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് എല്ലാ വർഷവും തരുന്ന ബാച്ചുകളിലൊന്നാണ് ക്രാഷ് ബാച്ചസ് എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് ഹൈ സ്കോറേഴ്സ് എപ്പോഴും വരുന്ന ബാച്ചസ് ആണ് ക്രാഷ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. സോ അവിടെ അഡ്മിഷൻ ഓപ്പൺ ആണ്. സോ നാറ്റ നോക്കുന്നവർക്കൊക്കെ ക്രാഷ് ബാച്ചസും ഓപ്പൺ ആണ്. അത് ഓഫ് കോഴ്സ് ഇത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻട്രാക്റ്റീവ് ക്യൂസ് സീരീസ് ഒക്കെ അതിലും പങ്കെടുക്കുക. സെഷൻ 1ഉം സെഷൻ 2ഉം കഴിഞ്ഞു. സോ ഉടനെ തന്നെ നമ്മൾ ഫൈനൽ റിസൾട്ട് ഡേ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് തന്നെ അന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. Until then, it's me Sachin And it's me Shyam signing off.